ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനഭാഗം 1 ശമൂവേൽ 14 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഈ ഭാഗം വായിക്കുമ്പോൾ ശൗലിന്റെ മകനായ യോനാഥാൻ തന്റെ ആയുധവാഹകനുമായിട്ട് ചേർന്ന് ഇസ്രായേലിന്റെ ശത്രുക്കളായ ഫെലിസ്ത്യ പാളയത്തിൽ കടന്ന് അവരെ കൊന്നൊടുക്കുകയും ഫെലിസ്ത്യ പാളയത്തിൽ കലാപം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഫെലിസ്ത്യരുടെ പാളയത്തിൽ കലാപം വർദ്ധിക്കുന്നത് കണ്ടിട്ട് ശൗൽ ഫെലിസ്ത്യരുമായിട്ട് യുദ്ധത്തിന് പോകുവാനായി ഇസ്രായേൽ ജനത്തെ ഒരുക്കുന്നു. ഈ സമയത്ത് ശൗൽ ഒരു പ്രതിജ്ഞ എടുക്കുന്നു. സന്ധ്യയ്ക്ക് മുമ്പ് ഞാൻ എൻ്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളാം ആഹാരം കഴിക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് ജനത്തെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നു. ഈ സമയം ശൗലിനോടൊപ്പം യോനാഥാൻ ഉണ്ടായിരുന്നില്ല. യോനാഥാൻ ഈ പ്രതിജ്ഞയെക്കുറിച്ച് അറിഞ്ഞതുമില്ല. ശൗൽ പറഞ്ഞതുപോലെ അന്ന് ഇസ്രായേൽ ജനം ഒന്നും തന്നെ ഭക്ഷിച്ചില്ല. അവര് വളരെയധികം ക്ഷീണിച്ചിരുന്നു. അവർ യുദ്ധം കഴിഞ്ഞ് കാട്ടുപ്രദേശത്തുകൂടെ കടന്നു പോകുമ്പോൾ തേൻ ഇറ്റിറ്റ് വീഴുന്നത് കണ്ടിട്ട് യോനാഥാൻ ഒരു കോൽ കൊണ്ട് തേനിൽ കുത്തി അത് രുചിക്കുന്നതായിട്ട് വചനത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ശൗൽ എടുത്ത പ്രതിജ്ഞയെക്കുറിച്ച് യോനാഥാൻ അറിഞ്ഞിരുന്നില്ല. അടുത്ത ദിവസം യുദ്ധത്തിൽ ഫെലിസ്ത്യരെ പിന്തുടരണമോ എന്ന് അറിയേണ്ടതിന് യഹോവയുടെ അരുളപ്പാട് ചോദിക്കുന്നതിനായിട്ട് ശൗൽ പുരോഹിതനെ വിളിക്കുന്നു. പുരോഹിതൻ യഹോവയുടെ അരുളപ്പാട് ചോദിക്കുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് ഒരു അരുളപ്പാടും ലഭിക്കുന്നില്ല. ഈ സമയത്ത് ദൈവശബ്ദം നിന്നു പോയതായിട്ട് ശൗല് മനസ്സിലാക്കുന്നു. ഇസ്രായേൽ പാളയത്തിൽ എന്തോ പാപം സംഭവിച്ചു, അതുകൊണ്ടാണ് ദൈവശബ്ദം നിന്നു പോയതെന്ന് ശൗൽ ഉടനടി തിരിച്ചറിയുന്നു. ഉടൻ തന്നെ ശൗൽ ജനത്തെ വിളിച്ചുകൂട്ടി യോനാഥാന്റെ ഭാഗത്തു നിന്നാണ് തെറ്റ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നു. യോനാഥാൻ മരിക്കണമെന്ന് ശൗൽ തീരുമാനിക്കുന്നു. എന്നാൽ നമുക്കറിയാം, ജനം യോനാഥാന് വേണ്ടി വാദിക്കുകയും അവനെ വീണ്ടെടുക്കുകയും ചെയ്യുന്നു. ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം, യോനാഥാൻ ആ തേൻ ഭക്ഷിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന ഒരു പ്രതിജ്ഞ ശൗൽ എടുത്തിരിക്കുന്നത് യോനാഥാൻ അറിഞ്ഞിരുന്നില്ല. അതറിയാതെയാണ് അവൻ ആ തേൻ രുചിക്കുവാനിടയായത്. എങ്കിലും അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. പുതിയ നിയമ വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, വേദപുസ്തകത്തില് വിശ്വാസികൾക്ക് അനുസരിക്കുവാൻ പാലിക്കുവാനായിട്ട് ഒത്തിരി ദൈവരാജ്യത്തിന്റെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ എല്ലാം തന്നെ നമുക്കറിയത്തില്ല. കാരണം നമുക്ക് വേദപുസ്തകത്തിലെ നിയമങ്ങൾ, നമുക്ക് പാലിക്കേണ്ട കാര്യങ്ങൾ, പലപ്പോഴും വേദപുസ്തകത്തിന്റെ ക്രമം, വ്യവസ്ഥ ഒന്നും തന്നെ നമുക്ക് അറിയത്തില്ല. ഈ വ്യവസ്ഥകൾ നമുക്ക് അറിയില്ല എന്നത് നമുക്ക് ഒരു എക്സ്ക്യൂസ് അല്ല. നമ്മുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ സംഭവിക്കുന്നു. കാരണം വേദപുസ്തകത്തിലെ എല്ലാ ക്രമവും വ്യവസ്ഥകളും നമുക്ക് അറിയില്ല എന്നതുകൊണ്ട് തന്നെയാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്ത എൻ്റെ തെറ്റുകൾ പൊറുക്കണമേ. നമ്മൾ ഓരോ ദിവസവും ജീവിതത്തെ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നും, നമ്മൾ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇന്നത്തെ ദിവസം നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞു എന്ന് നമുക്ക് തോന്നും. അത് നമുക്ക് വേദപുസ്തകം പൂർണ്ണമായിട്ടും അറിയാത്തത് കൊണ്ടാണ്. പുതിയ നിയമത്തിൽ തന്നെ ദൈവരാജ്യത്തിന്റെ ഒത്തിരി നിയമങ്ങളുണ്ട്. അതിൽ പലതും നമുക്കറിയത്തില്ല. പലതും നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഈ നിയമങ്ങളെ ലംഘിക്കുന്നു, പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ ദിവസത്തെ പ്രാർത്ഥനയിലും നമ്മൾ അറിയാതെ ചെയ്തു പോയ പാപത്തെക്കുറിച്ച് നമ്മൾ അനുദപിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ യോനാഥാൻ അറിയാതെ ചെയ്ത ഒരു തെറ്റാണ്, എങ്കിലും അവന് ഒരു ശിക്ഷ വിധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1 ശമൂവേലിന്റെ പുസ്തകം 14 അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേൽ പാളയത്തില് ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ യഹോവയാൽ അഭിഷേകം ചെയ്യപ്പെട്ട ശൗൽ രാജാവെടുത്ത ഒരു പ്രതിജ്ഞ ലംഘിക്കപ്പെടുമ്പോൾ അത് അറിയാതെയാണ് സംഭവിച്ചതെങ്കിലും അത് തെറ്റായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നു. ആ തെറ്റ് സംഭവിക്കുമ്പോൾ ദൈവശബ്ദം നിന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ വിശ്വാസ ജീവിതവും എപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. നമുക്ക് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ബോധ്യങ്ങളുണ്ട്, ദൈവശബ്ദമുണ്ട്. പലപ്പോഴും പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചാൽ, ദർശനങ്ങൾ നിന്നു പോയാൽ, ദൈവശബ്ദം കേൾക്കാതിരുന്നാൽ, പരിശുദ്ധാത്മാവിനെ ഫീൽ ചെയ്യുവാൻ നമുക്ക് കഴിയാതെ വന്നാൽ ഉടനടി നാം തിരിച്ചറിയണം, നമ്മുടെ ഭാഗത്ത് എന്തോ
സ്ലിപ്പ് സംഭവിച്ചു, വിശ്വാസ ജീവിതത്തിൽ എന്തോ വീഴ്ച സംഭവിച്ചു, അതുകൊണ്ടാണ് ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ പറ്റാതെയാകുന്നത്, വചന വെളിപ്പാടുകൾ നമുക്ക് ലഭിക്കാതെയാകുന്നത്, ദർശനങ്ങൾ നമുക്ക് ലഭിക്കാതെയാകുന്നത്. ഉടനടി നമ്മുടെ കുറവ് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ചെന്ന് അറിഞ്ഞും അറിയാതെയും നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാല് ഉടനടി നമുക്ക് യഥാസ്ഥാനപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് നിരപ്പ് പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നാം തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വേദപുസ്തകത്തിലെ വ്യവസ്ഥകൾ അറിയാത്തത് കൊണ്ട് നമ്മൾ കുറ്റത്തിൽ നിന്ന് വിമുക്തരാകുന്നില്ല. കൂടാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപം സംഭവിച്ചു പോയാല് നമ്മിലുള്ള ദൈവ സാന്നിധ്യം കുറയുവാനായിട്ടിടയായിത്തീരും. പരിശുദ്ധാത്മാവിനെ നമുക്ക് ഫീൽ ചെയ്യുവാൻ പറ്റാതെയാകും. ദൈവശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് കഴിയാതെ വരും. ഇത് നമ്മൾ ഉടനടി തിരിച്ചറിയുക, ക്രമപ്പെടുക. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.